ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടികളെയും മരിപ്പിക്കുകയാണ്. ഒരാൾ പോലും ബാക്കിയില്ലാതെ നിൽക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ടതാകുന്ന മലക്കുൽ മൗത്തിനോട് പറയുകയാണ്, യാ മലക്കൽ മൗത്ത്, മലക്കുൽ മൗത്തേ, മലക്കുൽ മൗത്തേ, മുൻഗാമികളും പിൻഗാമികളുടെയും എണ്ണം കണ്ടുകൊണ്ട് നിനക്കിതാ സഹായികളെ നൽകുകയാണ്. വഖദ് ജഅൽതു ലക ഖുവതാ ബിഅദദിൽ അവ്വലീന വൽ ആഖിരീൻ. മുൻഗാമികളുടെയും പിൻഗാമികളുടെയും എണ്ണം കണ്ടുകൊണ്ട് നിനക്ക് സഹായികൾ മാത്രമല്ല, അവരുടെ എല്ലാം ശക്തി നിനക്ക് ഞാൻ ഇട്ടു തരുകയാണ്. വഖദ് ജഅൽതു ലക ഖുവത അഹ്ലസ് സമാഇ വൽ അർദ്. ആകാശലോകത്തുള്ള സർവരുടെയും ശക്തി എത്രമാത്രമുണ്ടോ, മലായികത്തുകളല്ലേ ആകാശത്ത് നിറഞ്ഞു നിൽക്കുന്നത്. ഒരു ചവിട്ടടി വെക്കാനുള്ള സ്ഥലത്ത് പോലും സ്ഥലമില്ല സ്വാഭ, അവിടെയൊക്കെ മലക്കുകളാണ് ആകാശത്തെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ ഈ ഭൂമിയിലെ കാര്യം പറയേണ്ടതില്ലല്ലോ സഹോദര. ഈ ഭൂമി ലോകത്ത് എത്രയെത്ര ആളുകൾ ജീവിച്ചു പോകുന്നതാണ്. അശ്വാരൂഢമോരമായ ആളുകൾ, ആകാര സൗഷ്ഠമുള്ള ആളുകൾ, അങ്കലാവണ്യമുള്ള ആളുകൾ, ആരോഗ്യ ദൃഢഗാത്രരായ ആളുകൾ, ആദ് സമൂത് ഗോത്രക്കാരെ പോലെയുള്ള വൻകിട ആളുകൾ, അല്ലതീലം തുഖ്ലഖ മിസ്ലുഹാ ഫിൽ ബിലാദ്, അവരെ പോലെയുള്ളവരെ പടപ്പിനെ ഇന്നുവരെ പിന്നീട് പടച്ചിട്ടില്ല എന്ന് ഖുർആൻ. അത്രമാത്രം വലിയ ആകാരമുള്ള, അത്രമാത്രം വലിയ ആരോഗ്യമുള്ളതാകുന്ന പടപ്പുകളുടെ മുഴുവൻ കൂവത്തും നിനക്ക് ഞാൻ ഇട്ടു തരുകയാണ്. എന്തിനെന്നറിയുമോ? നീ പോകണേ ഇലാ മൽഊനി വറജീമി ഇബ്ലീസ. ഞാൻ ശപിച്ചതാകുന്ന, ലോകം മുഴുവനും ശപിച്ച, എന്റെ പ്രവാചകൻ ശപിച്ച, അമ്പിയാക്കൾ ശപിച്ച, ഔലിയാക്കൾ ശപിച്ച, മുത്തഖീങ്ങൾ ശപിച്ച, പാവപ്പെട്ട സജ്ജനങ്ങൾ ശപിച്ച, ലോകത്തുള്ളവരവനും വഴിപടപ്പിച്ച മൽഊനാക്കപ്പെട്ട പിശാചിന്റെ ആത്മാവിനെ പിടിക്കാൻ പോകണേ, അവരുടെ അടുക്കലേക്ക് പോകണേ. അവന്റെ റൂഹിനെ പിടിക്കണേ. നീ മാത്രമല്ല പോകേണ്ടത്, നിന്റെ കൂടെ 70,000 സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ ഉണ്ടാവണേ. ഓരോ മലക്കുകളോടൊപ്പം സലാസിലും എന്ന് പറയുന്ന നരകത്തിൻ്റെതാകുന്ന ചങ്ങലകൾ ഉണ്ടാവണേ. എന്ന് പറയുന്ന നരകത്തിൻ്റെതാകുന്ന കൊളുത്തുകളുമായി കടന്നു പോകണേ. അവനെ പിടിക്കണേ, അവന്റെ പിറകെ പോകണേ. അല്ലാഹുവിന്റെ ഓർഡർ കിട്ടുമ്പോ ബഹുമാനപ്പെട്ടതാകുന്ന മലക്കുൽ മൗത്ത് ഫയൻസിലു ഫീ സൂറതിഹി. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അഴീക്കോടുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, ഇബ്ലീസിന്റെ അന്ത്യം ഇന്ന് വരെ കേൾക്കാത്ത മുസ്ലിമേ, ഇന്ന് വരെ പഠിക്കാത്ത മുസ്ലിമത്തെ പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുകയാണ്, ലോകത്തിന്റെ നായകനെ പറയുകയാണ്, അതാ ഇബ്ലീസ് ഇറങ്ങുകയാണ്. ഫീ സൂറതിഹി, അവന്റെ യഥാർത്ഥമാകുന്ന കോലത്തിൽ അങ്ങ് ഇറങ്ങുകയാണ്. ലൗ നളറ അഹ്ലുസ് സമാഇ വൽ അർദ്. സ്വഹാബാ, സ്വഹാബാ, ഈ കോലമെങ്ങാനും ആകാശ ലോകത്തുള്ളവരെ കണ്ടാൽ, ആകാശ ലോകത്തുള്ളവർ അവന്റെ രൂപമൊന്ന് കണ്ടാൽ, ലദാബൂ, അവർ മുഴുവനും ഒലിച്ചു പോകുമായിരുന്നു, ഉരുകി ഒലിച്ചു പോകുമായിരുന്നു. കമാ യദൂബു റസാസ്, ഈയം ഉരുകി ഒലിക്കുന്നത് പോലെ അവന്റെ രൂപം കണ്ടാൽ ഒലിച്ചു പോകുമായിരുന്നു. ശരിയല്ലേ? മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പോലും ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്തിന്റെ യഥാർത്ഥ രൂപം കണ്ടുകൊണ്ട് ബോധരഹിതനായി. ഹദീസില്ലേ? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ്, യാ മലക്കൽ മൗത്ത്, അല്ലയോ മലക്കുൽ മൗത്തേ, ഇന്നി അറാ സൂറതകല്ലതി തഖ്ബിദു റൂഹൽ ഫാജിർ. തമ്മാടികളായ ആളുകളുടെ ആത്മാവിനെ പിടിക്കുന്ന കോലം എനിക്കൊന്ന് കാണിച്ചു തരണേ, എനിക്കൊന്ന് കാണിച്ചു തരണേ അസ്റായീലേ.
ഉടനെ അസ്റായീൽ അലൈഹിസ്സലാം പറയുകയാണ്, ലാ തസ്തതിഊ, നിങ്ങൾ പ്രവാചകനായിരിക്കാം, ഉലുൽ അസ്മിൽപ്പെട്ട വ്യക്തിയായിരിക്കാം, അല്ലോ ഇബ്രാഹിം നബിയെ, നിങ്ങൾക്കതിനെ കഴിയൂല, നിങ്ങൾക്കത് കണ്ടിരിക്കാൻ കഴിയുകയില്ല. അസ്റായീൽ അലൈഹിസ്സലാം ഇത് പറഞ്ഞപ്പോ ഇബ്രാഹിം നബി പറയുകയാണ്, ബല്ലസ്തതിഊ, എനിക്ക് കഴിയും, ഞാൻ ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ്, എനിക്ക് കഴിയും, എനിക്കൊന്ന കാരണം, നിങ്ങളുടെ സൂറത്തൊന്ന് കാണണം, മോശപ്പെട്ടവരുടെ ആത്മാവിനെ പിടിക്കുന്ന കോലം എനിക്കൊന്ന് കാരണമെന്ന് വശാട്ടിം പിടിച്ചപ്പോ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്രാഹിം നബിയോട് പറയുകയാണ്, അരിദ് അന്നീ, ഒന്ന് തിരിഞ്ഞു നിൽക്കണേ സഹോദരാ, ഒന്ന് തിരിഞ്ഞു നിൽക്കണേ. ഫഅറദ അൻഹു, ഒന്ന് തിരിഞ്ഞു നിൽക്കുകയാണ്. തിരിഞ്ഞു മുന്നോട്ട് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഫൈദം ബിറജുലിൻ അസ്വദാ, കറുത്തിരുണ്ട രൂപമാണ്, കറുകറുത്ത രൂപമാണ്. മുൻതിരി ദുർഗന്ധം അടിച്ചു വീശുകയാണ്. യഖ്റുജു മിൻ മനാഖിരിഹി വഫീഹി ലിഹാബുൻ നാർ, അദ്ദേഹത്തിന്റെ മൂക്കിൽ നിന്ന്, അസ്റായീലിന്റെ വായിൽ നിന്ന് തീജ്വാലകൾ കടന്നു വരുകയാണ്. കായിമുശരി, തലയിലെ മുടി മുതൽ മുമ്പിലേക്ക് ഇട്ടുകൊണ്ട് കാലിന്റെ അടിഭാഗം വരെ മുടി നീണ്ടു കിടക്കുകയാണ്. ജടപിടിച്ച മുടികളാണ്, കറുത്തിരുണ്ട കോലമാണ്. വല്ലാത്ത രൂപം കണ്ടപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ബോധരഹിതനായി വീണുവെന്ന് ഹബീബായ റസൂലുള്ളാഹി. കാണണ്ടാന്ന് പറഞ്ഞതാ, ദർഭം പിടിച്ചു കാണിച്ചു, ആള് ബോധം കെട്ടുപോയി. ആര്? സയ്യിദുന ഇബ്രാഹിം. വത്തബിഅ മില്ലത ഇബ്രാഹിം ഹനീഫാ ഇന്ന ഇബ്രാഹിം കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹ്. ഇബ്രാഹിം ഒരു പ്രസ്ഥാനമാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടും ഇബ്രാഹിം അസ്റായീലിന്റെ വിശ്വരൂപം കണ്ടപ്പോ തകർന്നു പോവുകയാണ്, ബോധരഹിതനായി. മുനാഫിക്കുകളുടെ, അവിശ്വാസികളുടെ, കപടവിശ്വാസികളുടെ, തിന്മയുടെ വക്താക്കളുടെ ആത്മാവിനെ പിടിക്കുന്ന കോലം കണ്ടപ്പോ ഇബ്രാഹിം നബി ബോധരഹിതനായി, ബോധം പോയി. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ രീതിയിൽ ബോധരഹിതനായി വീണുവെങ്കിൽ പറയണോ സോദര, പറയണോ പ്രിയപ്പെട്ട ഉമ്മ, അസ്റായീലിന്റെ മുന്നിലേക്ക് പോകുന്നത്, ഇബ്ലീസിന്റെ മുന്നിലേക്ക് അസ്റായീൽ പോകുന്നത് 70,000 മലക്കുകളുമായിട്ടാണ്. ഈ ലോകത്ത് മുൻഗാമികളും പിൻഗാമികളുമായി കഴിഞ്ഞുപോയ ആളുകളുടെ എണ്ണം കണ്ടുകൊണ്ടുള്ള ഖുവ്വത്ത് അല്ലാഹു നൽകിയിട്ടുണ്ട്. ആകാശഭൂമികളിലുള്ള സർവരുടെയും ശക്തിയുടെ സംഹാര താണ്ഡവമായിട്ട് അസ്റായീലിന് ഖുവ്വത്ത് അല്ലാഹു നൽകിയിട്ട് ലാ യസൂനല്ലാഹ് മാ അമറഹും, പടച്ച റബ്ബ് കൽപ്പിക്കാൻ പറഞ്ഞത്, ചെയ്യാൻ പറഞ്ഞത് പരിപൂർണമായി ചെയ്യുന്ന മലക്കുകൾ, അല്ലാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ പരിപൂർണമായി തൃണവൽഗണിക്കുന്ന മലക്കുകൾ, അത് ചെയ്യാതിരിക്കുന്ന മലക്കുകൾ. അതിൽ പ്രമുഖനല്ലയോ, ഹൃദയത്തിൽ കാരുണ്യം അണുവിട പോലും ഇല്ലാത്ത വ്യക്തിയല്ലയോ സയ്യിദുനാ അസ്റായീൽ മലക്കുൽ മൗത്ത്. ഇതാ കടന്നു ചെല്ലുകയാണ്, അവന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ഇവനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഇബ്ലീസ് ബോധരഹിതനായി ഇബ്ലീസിനെ വിളിച്ചുണർത്തുകയാണ്. അല്ലയോ മോശപ്പെട്ടവനെ, എഴുന്നേൽക്കടാ, എഴുന്നേൽക്കടാ, നീയല്ലയോ ജനങ്ങളെ പിഴപ്പിച്ചത്, നീയല്ലയോ നമസ്കരിക്കാതെ ജനങ്ങളെ പിഴപ്പിച്ചത്, നോമ്പ് പിടിക്കാതെ ജനങ്ങളെ പിഴപ്പിച്ചത്. നമസ്കരിക്കാത്തവര്, നോമ്പ് പിടിക്കാത്തവര്, സക്കാത്ത് കൊടുക്കാത്തവര്, ഹജ്ജ് ചെയ്യാത്തവര്, പാവങ്ങളെ സഹായിക്കാത്തവര്, നിരാലംബര അവലംബമാകാത്തവരെ, നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കാത്തവരെ, ഇൽമിന്റെ സദസ്സിലേക്ക് പോകാതെ സിനിമാറ്റിക് ഡാൻസുമായി, സിനിമാറ്റിക് ബ്രേക്കുമായി, ടിക്ടോക്കിന്റെ ലോകത്തേക്ക്, സീരിയലിന്റെ ലോകത്തേക്ക്, മോശപ്പെട്ട തലത്തിലേക്ക് കണ്ണുകളെ കാതുകളെ മലീമസമാക്കിയവൻ, മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കാൻ ജനങ്ങളെ പ്രബോധനം നടത്തിയവൻ, അവരുടെ മനസ്സിന്റെ കത്തലങ്ങളിലുള്ള ഈമാനിക ആവേശങ്ങൾ തല്ലിക്കെടുത്തി തിന്മയുടെ അരാജകത്വത്തിലേക്ക് കൊണ്ടുപോയവൻ നീയല്ലല്ലോ, നീയല്ലടാ. അതുകൊണ്ട് നിന്റെ ആത്മാവിനെ പടച്ച റബ്ബ് പിടിക്കാൻ എന്നെ പറഞ്ഞേച്ചിരിക്കുകയാണ് എന്ന് വിളിച്ചുണർത്തിക്കൊണ്ട് അസ്റായീലിന്റെ വിശ്വരൂപം കണ്ടുകൊണ്ട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇബ്ലീസ് ഓടുകയാണ്. ഫതഖറുബു മിൻഹു മിനൽ മശ്രിഖി, കിഴക്ക് നിന്ന് ഓടുകയാണ്, ഇലൽ മഗ്രിബി,
പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഓടുകയാണ്. ഈ ഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ചെല്ലുമ്പോ അവന്റെ മുന്നിൽ മലക്കുൽ മൗത്ത് നിൽക്കുകയാണ്. അവിടെ നിന്ന് ഓടുകയാണ്. ഇതാ കിഴക്ക് ഭാഗത്തേക്ക് ഓടുകയാണ്. അവിടെ വന്ന് നോക്കുമ്പോഴും ഇതാ മലക്കുൽ മൗത്താണ്. നീ എവിടെ പോയാലും വലത്തോട്ടോടുന്നു, ഇടത്തോട്ടോടുന്നു, മണ്ണിൽ കിടന്നുരുളുന്നു, രക്ഷയില്ല. അവസാനം അവൻ ഓടുകയാണ്. ഈ ഭൂമിയുടേതാകുന്ന നടുക്കളത്തിലേക്ക് എത്തുമത്രേ. ഈ ഭൂമിയുടെ നടുക്കളമാകുന്ന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് കടന്നു വരുകയാണ്. ആദമിന്റെ മുന്നിൽ വന്നുകൊണ്ട് പറയുകയാണ്, യാ വൈലത്താ വയാ ഹസറത്താ, ദുഃഖമേ, വിരഹമേ, പ്രയാസമേ, പ്രയാസമേ, യാ ലൈതക ലം തുഖ്ലഖ്, നിന്നെ പടച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. യാ ലൈതക ലം തുഖ്ലഖ്, നിന്നെ പടച്ചില്ലായിരുന്നുവെങ്കിൽ ആദമേ, നീ കാരണമാണ് ഞാൻ റജീമായത്, നീ കാരണമാണ് ലോകം എന്നെ ശപിച്ചത്, നീ കാരണമാണ് ഞാൻ ഈ രീതിയിൽ എത്തപ്പെട്ടത്. നിനക്ക് സുജൂദ് ചെയ്യാത്തത് കൊണ്ടാണല്ലോ എന്നെ അള്ളാഹു ശപിച്ചിറക്കിയത്. അതുകൊണ്ട് ഞാനിതാ സുജൂദ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആദം നബിയുടെ ഖബറിന്റെ സമീപത്ത് അവൻ സുജൂദ് ചെയ്യുമത്രേ. അവൻ ആദം നബിയുടെ ഖബറിന്റെ സമീപത്ത് സുജൂദ് ചെയ്യുകയാണ്. ഫയഖാലു ലഹു, അവനോട് പറയപ്പെടുകയാണ്, ഒരിക്കലുമില്ല, നിന്നിൽ നിന്ന് സ്വീകരിക്കുകയില്ല. തൗബയുടെ വാതിൽ അടക്കപ്പെട്ടിരിക്കുകയാ. ഇനി നിന്നിൽ നിന്ന് അല്ലാഹു സുജൂദ് സ്വീകരിക്കുകയില്ല. അതിന്റെ സമയം കഴിഞ്ഞു പോയി. അത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. അത് ആദം നബിയെ സൃഷ്ടിച്ച് ആദം നബിക്ക് വിജ്ഞാനം കൊടുത്ത് അറിവുള്ള ആദമിനെ ആദരിച്ചുകൊണ്ട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ അന്ന് നീ അഹങ്കരിച്ചു. അന്ന് നീ എന്നോട് പറഞ്ഞത് ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ, എന്നെ സൃഷ്ടിച്ചത് തീ കൊണ്ടാണ്, അവനെ സൃഷ്ടിച്ചത് മണ്ണ് കൊണ്ടാണെന്നല്ലേ. അതുകൊണ്ട് ഇന്നിതാ നിന്റെ തൗബയുടെ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി തൗബയില്ല സഹോദര. സൂര്യൻ ഇതാ പടിഞ്ഞാറ് ഉദിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇബ്ലീസേ ഫയുഖാലു ലഹു ഖദ് ഉഗ്ലിഖത് തൗബാ ബാബ തൗബാ, തൗബയുടെ വാതിൽ അടക്കപ്പെട്ടു എന്ന് അവനോട് വിളിച്ചു പറയുമ്പോ ഫയഖൂലു തജാഹുല, വിവരക്കേടിന്റെ വാക്ക് വീണ്ടും പറയുകയാണ്. വിവരമില്ലാത്തവനെന്ന് അഭിനയിച്ചുകൊണ്ട് അവൻ വീണ്ടും പറയുകയാണ്, ലൗ അന്നി ഖദ് അലിംതു അന്ന ഹാദാ ഖബറു ആദമ, ഇത് ആദം നബിയുടെ ഖബറാണ് എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ലമാ വഖഫ്തു ഹാഹുനാ വമാ സദത്തു ഹാഹുനാ, ഞാനിവിടെ നിൽക്കുകയില്ലായിരുന്നു, ഞാനിവിടെ സുജൂദും ചെയ്യുകയില്ലായിരുന്നു എന്ന് പറഞ്ഞ് വീണ്ടും ദാർശനികർ വാക്കവൻ പറയുകയാണ്. വീണ്ടും ഓടുകയാണ്. ഇബ്ലീസിന്റെ സ്വഭാവം അതാണ്. മനുഷ്യനെ നന്മ കൊണ്ട് അവൻ കൽപ്പിക്കും, മോശത്തരം കൊണ്ട് കൽപ്പിക്കും, അവനെ മോശത്തരത്തിലേക്ക് വഴിതിരിച്ചു വിടും. അവസാനം നാളെ നരക കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോ ഇബ്ലീസ് മാറി നിന്ന് ചിരിക്കും അത്രേ. ഈ രീതിയിൽ ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ തയ്യാറായവൻ തൗബയുടെ വാതിലുകൾ അടയ്ക്കപ്പെട്ടു എന്ന് പറഞ്ഞു കേട്ടപ്പോ അവൻ പറയുകയാണ്, ആദം നബിയുടെ ഖബറാണ് ഇതെന്നറിഞ്ഞിരുന്നുവെങ്കിൽ ഞാനിവിടെ നിൽക്കൂല, ഞാനിവിടെ സുജൂദും ചെയ്യുമായിരുന്നില്ല. ലൗ അലമു അന്ന ഹാദാ ഖബറു ആദമ, ഇത് ആദമിന്റെ ഖബറാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ലമാ വഖഫ്തു ഹാഹുനാ വമാ സജദ്തു ഹാഹുനാ, ഞാനിവിടെ നിൽക്കുമായിരുന്നില്ല, ഞാനിവിടെ സുജൂദ് ചെയ്യുമായിരുന്നില്ല. ഇത് പറഞ്ഞുകൊണ്ടവൻ വീണ്ടും ഓടുകയാണ്. അവന്റെ പിറകെ കൂടുകയാണ്. ഫയഹൂസു ബിൽ ബിഹാരി, കടലിന്റെ അടിയിലേക്ക് അവൻ പോവുകയാണ്. ഏഴാം കടലിന്റെ അടിയിലേക്ക് അവൻ ഓടുകയാണ്. ഫതമൂറുൽ ബിഹാറു, സമുദ്രങ്ങൾ അവനെ പുറത്തേക്ക് പുറന്തള്ളുകയാണ്. ലാ യഖ്ബലുഹാ, സമുദ്രം അവനെ സ്വീകരിക്കുകയില്ല. സമുദ്രത്തിന്റെ തിരമാലകൾ പുറന്തള്ളപ്പെടുകയാണ്. അവനെ പുറത്തേക്ക് തള്ളുകയാണ്. പുറം ലോകത്തേക്ക് അവനെ വലിച്ചെറിയുകയാണ്. ഫയതമുറു ഫിത്തുറാബി, മണ്ണിൽ കിടന്നുകൊണ്ടവൻ ഉരുളുകയാണ്. പ്രയാസം അനുഭവിച്ചുകൊണ്ട് അവസാനം മലക്കുൽ മൗത്തിന്റെ മുന്നിൽ വന്നുകൊണ്ട് ചോദിക്കുകയാ, ബി ഐ അദാബിൻ തുതീനി,
ഏത് അദാബ് കൊണ്ടാണ് എന്നെ ശിക്ഷിക്കുന്നത്, എന്റെ ആത്മാവിനെ എങ്ങനെയാണ് പിടിക്കുന്നത്? അപ്പോഴാണ് മലക്കുൽ മൗത്ത് പറയുന്നത്, എന്റെ കൂടെ പടച്ച റബ്ബ് എനിക്ക് നൽകിയിരിക്കുന്നത് എന്റെ ആത്മാവിനെ പിടിക്കാൻ 70,000 മലക്കുകളാണ്. നീ എവിടെ പോയാലും പിടിവീഴും, എങ്ങോട്ട് പോയാലും പിടിവീഴും. രക്ഷയില്ല പൊന്നുമോനെ, രക്ഷയില്ലടാ, രക്ഷയില്ലടാ. ഫയസീഹു ഇബ്ലീസ്, ഇബ്ലീസ് അട്ടഹസിക്കുകയാണ്, ഇബ്ലീസ് വാവിളിക്കുകയാണ്, നിലവിളിക്കുകയാണ്. മലക്കുൽ മൗത്ത് പറയുകയാണ്, സഖർ എന്ന് പറയുന്ന നരകത്തിൻ്റെതാകുന്ന അദാബ്, ലള എന്ന് പറയുന്ന നരകത്തിന്റെ അദാബ്, വബികൽസിൽ ജഹീം, ജഹീം എന്ന നരകത്തിന്റെ അദാബ്. ഈ 3 നരകത്തിന്റെ അദാബാണ് നിനക്ക് അല്ലാഹു ഇട്ടു തരുന്നത്. ഉടനെ പടച്ച റബ്ബിന്റെ കൽപ്പനയാണ്, യാ മാലിക്, അല്ലയോ മാലിക്കേ, നരകത്തെ കാക്കുന്ന മാലിക്കേ, നരകത്തെ കാക്കുന്ന മാലിക്കേ, നരകമൊന്ന് തുറക്കണേ, നരകത്തിന്റെ കവാടം തുറക്കണേ. സുബ്ഹാനല്ലാഹ്, നരകത്തിന് ഓട്ടയിടപ്പെടുകയാണ്, നരകത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, ലൗ അന്ന മൻഖറു സൗറുൻ ബിൽ മശ്രിഖി വറജുലുൻ ബിൽ മഗ്രിബി, ഈ ഭൂമിക്കൊരു കിഴക്കുണ്ടെങ്കിൽ ആ കിഴക്ക് ഒരു പോത്തിൻ്റെതാകുന്ന പിന്ദ്വാരത്തിൽ, ഒരു കാളക്കൂറ്റയുടെ പിന്ദ്വാരത്തിലൂടെ എങ്ങാണം, അത്ര ചെറിയ ഒരു ഊട്ടയെങ്ങാണം നരകത്തിൽ നിന്ന് ഈ ലോകത്തേക്ക് ഇട്ടുതന്നാൽ പടിഞ്ഞാറ് നിൽക്കുന്നവന്റെ തലച്ചോറ് വെന്തുരുകുമേ. ഈ കിഴക്ക് നിൽക്കുന്നവന്റെ കാളക്കൂത്തയുടെ പിന്ദ്വാരത്തിന്റെ അളവിൽ ആ നരകത്തിൽ ഓട്ടയിട്ടതിന്റെ ചൂടുകൊണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി. അത്രമാത്രം ചൂടാണ് നരകത്തിന്. ആ നരകം അങ്ങ് തുറക്കുകയാണ്. തീ കൊണ്ട് പടക്കപ്പെട്ടവനാണ് ഇബ്ലീസ്, അവൻ അതിനേക്കാൾ വലിയ തീ കൊണ്ട് ശിക്ഷിക്കപ്പെടുകയാണ്. നരകത്തിന്റെ തീജ്വാലകൾ അവരെ വിഴുങ്ങുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നതാണ്, ഇതാ ഓട്ടമാണ്, ഓട്ടമാണ്. എവിടെ കോടിയിട്ടും രക്ഷയില്ല. ഭൂമിയിൽ കിടക്കുന്നു, വെള്ളത്തിലേക്ക് പോകുന്നു, വെള്ളം അവനെ പുറത്തേക്ക് തള്ളുന്നു. 70,000 മലക്കുകൾ അവന്റെ ചുറ്റും നിൽക്കുകയാണ്. എന്ന് പറയുന്ന നരകത്തിൻ്റെതാകുന്ന കൊളുത്തുകൾ കൊണ്ടവന്റെ ശരീരത്തിലെ കുത്തി വലിക്കുമത്രേ. ചുട്ടുപഴുത്തതാകുന്ന കൊളുത്തുകൊണ്ടവനെ പിടിച്ചു നിർത്തും. 70,000 മലക്കുകൾ കൂടി അവനെ നരകത്തിലിട്ടുകൊണ്ട് കരിച്ചു കളയുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മുടെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ.